ഈ മെഡിറ്റേഷനിൽ കാണുന്ന രൂപങ്ങൾ ഇതെങ്ങനെയാണ് അവർ കാണുന്നത്? മുരുകനെയും ഗണപതിയെയും ഒക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? എത്രത്തോളം ഇതിനകത്ത് സംശയിക്കുന്നുവോ ഇത് സത്യമായിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ ആദ്യം കണ്ടത് ആരെയാ? ഈ മഹാദേവനെയാണ്. ഇപ്പം കണ്ട എൻ്റെ ആ ഇത് വരുന്ന എനിക്ക് ആ ഇത് വരും, എൻ്റെ ആ സംസാരത്തിൽ ആ ഒരു തരം ഇത് വരും, ഒരു ഷിവറിങ് വരും. ഇപ്പം സാധാരണ ഈ രൂപങ്ങൾ കാണുമ്പോഴത്തേക്ക് ആളുകൾ കളിയാക്കും, വട്ടാണ്. അകക്കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ ധ്യാനത്തിലൂടെ വിഷ്വൽസ് കാണാൻ പറ്റൂ. ഈ 33 ദേവതകളും എന്ന് പറയുന്ന സങ്കല്പം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഗുരുവാണ്. നമ്മൾ മറ്റുള്ളവർ കാണുന്നതെന്ന് വെച്ചാൽ ആ ബാഹ്യ രൂപത്തെ കണ്ട് ആ ബാഹ്യ രൂപം ചെയ്യുന്ന പ്രവൃത്തിയെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഈ ഗുരുവിനെ മനസ്സിലാക്കാതെ അതിൻ്റെ ഈ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അടി വന്നിട്ട് കമൻറ്റ് എഴുതും, അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ മഹാദേവൻ്റെ അടുത്ത് ഇപ്പോൾ ചായ പിടിച്ചിട്ട് വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നില്ലേ? ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അതെൻ്റെയാണോ കുറ്റം? നമ്മൾ ചില മെഡിറ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ചില രൂപങ്ങൾ, ദേവി ദേവതാ രൂപങ്ങളൊക്കെ കാണും. പിന്നെ മയിലിൻ്റെ പുറത്ത് കയറി നമ്മുടെ ചില പുഴയുടെ തീരത്ത് വരുന്നു, അങ്ങനെയൊക്കെ ഒരുപാട് വീഡിയോകൾ നമുക്ക്. അത് കൂടുതലും SMS മെഡിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ നൽകിയിട്ടുള്ള ചില അനുഭവകഥകളാണ്. നമുക്കതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് അത് നമുക്ക് ചോദിച്ചറിയാം. ഇന്ന് വിജയകുമാർ ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം ചെയ്യാം ചേട്ടാ. നമസ്കാരം. നമസ്തേ. ഈ മെഡിറ്റേഷനിൽ കാണുന്ന രൂപങ്ങൾ ഇതെങ്ങനെയാണ് അവർ കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഈ ദർശന ഭാഗ്യം ഉണ്ടാവുന്നത്? മുരുകനെയും ഗണപതിയെയും ഒക്കെ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പം ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലാണ്. ഓരോ ഇൻഡിവിജ്വലിനും ഓരോ അനുഭവമാണ് കിട്ടുന്നത്. ഇപ്പം ഞാൻ ചെന്നിരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവമല്ല ഇപ്പം താങ്കൾ ചെല്ലുമ്പോൾ ഇരിക്കുമ്പോൾ കിട്ടുന്നത്. അപ്പം ഇതിൽ സമർപ്പണം എന്ന് പറയുന്നൊരു വാക്കുണ്ട്. ആ സമർപ്പണത്തിൽ അതിൻ്റെ കാര്യം. അപ്പോൾ നമ്മളിൽ എത്രത്തോളം സമർപ്പണം ഉണ്ടോ അതിനനുസരിച്ചാണ് ആ മെഡിറ്റേഷനിൽ അനുഭവത്തിൻ്റെ എന്താ പറയണേ ആ റിയാലിറ്റി ഇരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു സിനിമയാണ് കാണുന്നത്. എനിക്ക് സിനിമ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ പോയിരുന്നൊരു സിനിമ കാണുക. അപ്പോൾ ഈ സിനിമ കണ്ടു, എനിക്കിഷ്ടപ്പെട്ടു. ആ സിനിമ കണ്ടു, അതിൽ കഥാപാത്രങ്ങളെ കണ്ടു, അതിലെ തീം കണ്ടു, അതിലെ ആ അറ്റ്മോസ്ഫിയർ കണ്ടു. ഇതെല്ലാം ഞാൻ കാണുക, കണ്ട് എനിക്ക് ബോധ്യപ്പെടുക. ഞാൻ ശരാശരി ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും സാധാരണ രീതിയിൽ ജീവിക്കുന്ന ഒരാൾ. അപ്പം ഞാൻ ഇത് പോയി കണ്ടു, അതിൻ്റെ തലങ്ങളിലൂടെയൊക്കെ ഞാൻ സഞ്ചരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കണ്ടു ബോധ്യപ്പെട്ടു. അപ്പോൾ ഇത് ആദ്യം ഞാൻ വിശ്വസിച്ചില്ല, എനിക്കത് സംഗതി ഇത് സത്യമാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം നമ്മൾ എത്രത്തോളം ഇതിനകത്ത് സംശയിക്കുന്നുവോ അതിനനുസരിച്ച് ഇത് സത്യമായിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഒരു രീതിയിലൂടെയാണ് എൻ്റെ അനുഭവം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് ഓരോ ദിവസം അറിയും തോറും ഞാനിങ്ങനെ ചിന്തിക്കും, ഇതെന്താ സംഗതി, ഇതെങ്ങനെ കാണാൻ പറ്റുന്നത്, എങ്ങനെ കാണാൻ പറ്റുന്നു? സാറ് നമ്മൾ പടങ്ങളിൽ ചിത്രങ്ങളിൽ ഇത് നമ്മളെ മനസ്സിൽ പതിഞ്ഞിരിക്കുക. അപ്പൊ ഞാൻ ആ രീതി ഇത് മനസ്സിന്റെ എന്തെങ്കിലും സംഗതി ആണോ, ഞാനും അതിൽ കണക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഈ സംഗതി സിനിമയുടെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് മനസ്സിന്റെ ആണോ എന്നൊക്കെ തോന്നുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, മനസ്സിൻ്റെ ആണെങ്കിൽ നമ്മൾ മുന്നേ കണ്ട സാധനങ്ങൾ, അപ്പം ഞാൻ ആ സെക്കൻഡിൽ ഈ മൊബൈൽ എന്ന സംഗതി ഞാൻ ഒഴിവാക്കി കളഞ്ഞു. അതായത് നമ്മൾ കാണുന്ന പിന്നെ വീഡിയോസ്, പടങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളെ ബേസ് ചെയ്തിട്ടാണോ എന്നൊരു സാധനം എൻ്റെ ഉള്ളിൽ വന്നു. ഞാൻ ആ സെക്കൻഡ് നിർത്തി. മറ്റുള്ളവരോട് സംവദിക്കുന്നതിലൂടെ ആണോ ഇത് സംഭവിക്കുന്നത്? അപ്പം ഈ അത് പക്ഷേ അത് വളരെ ഇപ്പോൾ കണ്ടതായിരിക്കില്ലല്ലോ, നമ്മുടെ മെമ്മറിയിലൊക്കെ ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള സംഭവങ്ങൾ കിടക്കുകയല്ലേ. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇത് പറയുമ്പോൾ മനസ്സിനെ കുറിച്ച് പറയണം. ഈ മനസ്സെന്ന് പറയുന്ന സാധനം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ 2ാമത്തെ ബുക്കിനകത്ത് മനസ്സിനെക്കുറിച്ച് എനിക്ക് അന്നറിയാവുന്ന അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ച മനസ്സ് എന്താണെന്ന് ആ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോഴാണ് അത് എഴുതി കഴിഞ്ഞപ്പോഴാണ് യഥാർത്ഥ മനസ്സ്
എന്നെ പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി. നീ വിചാരിക്കണ മനസ്സല്ല ഇത് വേറെയാണ് ഈ സംഗതി. അപ്പോൾ അന്നെൻ്റെ വിചാരം എന്താ, മനുഷ്യൻ്റെ മനസ്സ് കാക്കക്കൂട് പോലെയാണെന്നാണ്, ആർക്കും വന്ന് മുട്ടയിട്ടിട്ട് പോവാം. അപ്പം ഈ നമ്മൾ എല്ലാവരുടെയും നമ്മൾ കാണുന്നതൊക്കെ നമ്മൾ ഇഷ്ടപ്പെടും എന്ന രീതിയിലുള്ളതാണ് ഈ മനസ്സ്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല. അപ്പോൾ നമ്മുടെ ഉള്ളിലാണ് ഇരിക്കണം എന്നൊരു ചിന്തയായിരുന്നു. സംഗതി ഇത് അങ്ങനെയല്ല, പുറത്താ മനസ്സെന്ന് പറഞ്ഞാൽ. നമ്മളിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു ടോർച്ച് അടിക്കുന്നു. അപ്പം ഒരു ത്രികോണം ഇങ്ങനെ വരച്ചെന്ന് വെച്ചു. അപ്പോൾ ആ ത്രികോണത്തിൻ്റെ 2 വശങ്ങൾ അങ്ങ് പോകുക ടോർച്ച് അടിക്കുമ്പോൾ. അപ്പം അതിൻ്റെ അങ്ങേ അറ്റം നമുക്കറിയില്ല. ആ ത്രികോണം വരച്ചങ്ങ് പോയാൽ എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ത്രികോണത്തിൻ്റെ ആ പോയിൻ്റാണ് നമ്മൾ. ബാക്കി വശം അപ്പുറത്ത് അത് എവിടെ എത്തുമെന്ന് നമുക്കറിയില്ല. അതാണ് മനസ്സ്. ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് അമേരിക്കയിൽ വരെ പോവാം. അമേരിക്കയിലല്ല, അല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലെ സ്ഥലങ്ങളിൽ. പക്ഷേ അന്ന് എങ്ങനെയാണ് ഞാൻ ചിന്തിച്ചിരുന്നത്, അന്ന് ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിലേ എനിക്ക് അമേരിക്കയിൽ പോകാൻ പറ്റുള്ളൂ, അന്നത്തെ സിറ്റുവേഷൻ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് അതിനേക്കാൾ അപ്പുറമാണ് മനസ്സിൻ്റെ തലമെന്ന് നമ്മൾ, മനസ്സ് തന്നെ എനിക്ക് മനസ്സിലായി. ഇത്തരം ചിത്രങ്ങളോ സിനിമകളിലോ കണ്ട സ്ഥലങ്ങളെ എനിക്കും അമേരിക്കയെ കുറിച്ച് അറിയാവും. ഞാൻ ഫ്ലൈറ്റ് പിടിച്ച് പോയിട്ടില്ല. ഇല്ല. അപ്പോൾ ഞാൻ ഈ സിനിമകൾ കണ്ടുള്ള അമേരിക്കയാണ്, അതാണ് എൻ്റെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ ഞാൻ അമേരിക്ക ഒരു ചിന്ത കൊണ്ട് നമുക്ക് പെട്ടെന്ന് അമേരിക്കയിൽ പോകും. എനിക്ക് സ്ഥലം അറിയില്ല, ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ സിനിമകൾ കണ്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് എൻ്റെ മനസ്സ് അവിടേക്ക് പോകും. ഇല്ല, സിനിമയിൽ നമ്മൾ പോകണം അവിടെ ആദ്യം. നമ്മൾ എവിടെയാണോ പോകേണ്ടത് നമ്മൾ പോയാൽ മാത്രമേ നമുക്ക് അത് ആ സമയത്ത് ചിന്തിക്കണ സമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഈ മെഡിറ്റേഷനിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്, മനസ്സെന്ന് പറയണത് നമ്മൾ സങ്കല്പിക്കുന്നതിന് അപ്പുറത്തൊരു സംഗതിയാണ് മനസ്സ്. ഞാൻ മനസ്സിൻ്റെ പുറകെ പോകാൻ തുടങ്ങി. അപ്പം മനസ്സ് കണക്ട് ചെയ്തിരിക്കുന്ന ആരെയാ? ചന്ദ്രദേവനാണ്. മനസ്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇമോഷണലിനെ എല്ലാം താങ്ങി നിർത്തുന്നതാണ് ചന്ദ്രദേവൻ. അതായത് നമ്മുടെ കടലിനെ കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത അത്രയാണ് കടൽ. ഈ കടലിനെ വേലിയേറ്റവും വേലിയിറക്കവും എല്ലാം ചന്ദ്രൻ്റെ കയ്യിലായിരിക്കണം. നമ്മുടെ ശരീരത്തും 70% വെള്ളമായിരിക്കണം അല്ലേ? ചന്ദ്രനും വെള്ളമാണ്, വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഒരു ഗ്രഹമാണ് ചന്ദ്രൻ അല്ലേ? ഈ സംഗതി മനുഷ്യൻ്റെ മനസ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ചന്ദ്രനുമായിട്ടാണ്. അപ്പം നമ്മുടെ മനസ്സിലുള്ള കംപ്ലീറ്റ് ഇമോഷൻസും എഫക്റ്റ് ചെയ്യണത് ആരെയാ? ചന്ദ്രദേവനെയാണ്. അപ്പം ആ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ, എൻ്റെ മനസ്സിന് തന്നെ ഇത്രയും ആ ഇമോഷണൽ ഉണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വ മനുഷ്യരെ മാത്രമുള്ള മനസ്സുണ്ടെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇരിക്കണം. മൃഗങ്ങള്, മറ്റുള്ള ഒരു ഉറുമ്പിന് വരെ മനസ്സുണ്ട്. അത് ആരെയാ പ്രതിഫലിക്കുന്ന? ചന്ദ്രദേവനാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചന്ദ്രദേവൻ അത് താങ്ങാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഈ ചന്ദ്രദേവനെ ആരാണ് എടുത്ത് തലയിൽ വെച്ചിരിക്കണം? പരമശിവൻ അല്ലേ? പരമശിവനൊരു പേരുണ്ട്, മഹാദേവൻ അല്ലേ? അപ്പോൾ മഹാദേവൻ എന്ന് നമ്മളിങ്ങനെ വെറുതെ അങ്ങനെ പറയില്ല. അപ്പോൾ പറയുമ്പോൾ മഹാദേവൻ കണ്ട, ഞാൻ നേരെയായി. അപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളും ഒന്ന് നിവർന്നു കണ്ട. ഓട്ടോമാറ്റിക്കായിട്ട് മഹാദേവൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദേവനാണ്. അപ്പം ഞാൻ മെഡിറ്റേഷൻ ഇരുന്നപ്പോൾ ആദ്യം കണ്ടത് ആരെയാ? ഈ മഹാദേവനെയാണ് കണ്ടത്. അപ്പം ഈ മഹാദേവന് ഒരു പേരുണ്ട്, എന്തുവാ? ശിവൻ അല്ലേ? ശിവൻ്റെ എന്നെ എടുത്ത് കളഞ്ഞാൽ ശിവമായി അല്ലേ? ആ ശിവം എന്ന് പറഞ്ഞാൽ എന്തുവാ? പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ സത്യമാണ് ശിവം. ശിവം എന്നാൽ അറിവാണ്. അപ്പം അറിവ് ആരാണ് തരുന്നത്? അത് ഗുരുവാണ് തരുന്നത് അല്ലേ? അറിവ് തരുന്നത് ഗുരുവാണ്. ഒരു ഗുരുവിന് മാത്രമേ അറിവ് തരാൻ പറ്റുള്ളൂ അല്ലേ? അപ്പൊ ഈ അറിവ് പകർന്ന് നൽകുന്ന ആരാ? എൻ്റെ ഗുരു അല്ലേ? അപ്പൊ ഞാൻ കണ്ടത് ആരെയാ? എൻ്റെ ഗുരുവിനെ കണ്ടത്. എൻ്റെ ഗുരു കുടിയിരിക്കുന്നത്, എൻ്റെ ഗുരു ആരാണപ്പോൾ? അത് മഹാദേവനാണ്. അതായത് അതിനകത്ത് വേറൊരു വേർഡ് കൂടിയുണ്ട്, തസ്മൈ ഇല്ലേ?
തസ്മൈ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ഈ കാണുന്നതാണ്, ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആ മഹാസത്യം, ആ മഹാ അറിവ്. വേറെ ഇംഗ്ലീഷിൽ പറയാണ് എന്ത് പറയണത്? നോളജ് ഈസ് ഗോഡ്. ഗുരു തന്നെയാണോ എല്ലാവരിലും ഇങ്ങനെ പ്രവർത്തിക്കുന്നത്? കാര്യം ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണെന്ന് അങ്ങ് ആദ്യം പറഞ്ഞു. പാർവതിയെ കാണുന്നു, ഗണപതിയെ കാണുന്നു, വിഷ്ണുവിനെ കാണുന്നു, ശിവനെ കാണുന്നു, മുരുകനെ കാണുന്നു. ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പം അങ്ങ് കണ്ട് അവസാനം വന്നത് ഗുരുവിലേക്കാണ് എത്തിയത്. ഞാൻ മഹാദേവനായിട്ട് കണ്ടത് എൻ്റെ ഗുരുവിനെ തന്നെയാണ് എന്നാണ് അങ്ങ് പറഞ്ഞത്. ഇങ്ങനെ തന്നെയാണോ മറ്റ് ഈ SMS മെഡിറ്റേഷൻ ചെയ്യുന്നവരുടെയൊക്കെ അനുഭവങ്ങൾ? ഗുരു തന്നെയാണോ അവർക്ക് ഈ ഇത്ര ദർശനം കൊടുക്കുന്നത്? നമ്മൾ പുരിക മധ്യത്തിലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധ്യാനത്തിലിരിക്കുമ്പോൾ. അപ്പം ഇവിടെ ഒരു അകക്കണ്ണെന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. ഈ അകക്കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് ഈ ധ്യാനത്തിലൂടെ വിഷ്വൽസ് കാണാൻ പറ്റുള്ളൂ. അപ്പം ഈ അകക്കണ്ണ് കാണണമെങ്കിൽ തന്നെ നമുക്ക് സമർപ്പണം വേണം. ഈ അകക്കണ്ണ് തുറക്കണമെങ്കിലും സമർപ്പണം വേണം. അപ്പം ഈ അകക്കണ്ണ് ആരുടേതാ? അത് നമ്മുടേതല്ല, അത് ഗുരുവിൻ്റെയാണ്. ഈ ഗുരുവിൻ്റെ കണ്ണിലൂടെയാണ് നമ്മളിതെല്ലാം കാണുന്നത്. ഗുരു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം കാണാൻ പറ്റുള്ളൂ. അതാണ് സത്യം. അപ്പോൾ ഇതെല്ലാം ഗുരുവിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം കാണുന്നതെല്ലാം ഗുരുവിലൂടെയാണ് കാണുന്നത്. ഇത് ഗുരുവിലൂടെ കണ്ടതിന് ശേഷമാണ് എനിക്ക് സംശയം വരുന്നത്. മനസ്സിലായ? അപ്പം എൻ്റെ ഉള്ളിൽ സംശയം വരുക, ഇപ്പം ഇതെന്താണ് സംഗതി. അപ്പം ഞാൻ അതിൻ്റെ പുറകെ പോവുക. അപ്പോൾ അതിൻ്റെ പുറകെ പോയി കഴിയുമ്പോൾ അപ്പോഴാണ് മനസ്സിലായത് സിനിമ ഇരിക്കുന്നത് പ്രൊജക്ടറിലാണ്. ശരിയല്ലേ? പ്രൊജക്ടറിലാണ് സിനിമ ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്രൊജക്ടറിലാണ് കഥാപാത്രങ്ങൾ മുഴുവനും ഇരിക്കണം. അപ്പോൾ പ്രൊജക്ടർ എവിടെയാ? എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. ഈ 33 ദേവതകളും എന്ന് പറയുന്ന സങ്കല്പം ഇരിക്കുന്നത് എൻ്റെ ഉള്ളിലായിരിക്കുന്നത്. എൻ്റെ ഉള്ളിൽ നിന്നാണ് ഇത് പ്രതിഫലിക്കുന്നത്. അപ്പോൾ മഹാദേവൻ തൊട്ട് സർവത്ര ദൈവങ്ങളും ഇരിക്കുന്നത് എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇത് തന്നെയാണ് ഗുരു എനിക്ക് കാണിച്ചു തരുന്നത്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ മറനീക്കി പുറത്ത് കൊണ്ടുവരുവാണ്. ഈ രൂപങ്ങളാക്കി കാണിക്കുന്നത് അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. ഇത് നമുക്ക് പിന്നെ നമ്മുടെ ഉള്ളിലെ നമ്മൾ എത്രത്തോളം ശുദ്ധമാകുന്നോ അത്രത്തോളം ഇതിൻ്റെ ആ എഫക്റ്റ് കൂടിക്കൂടി വരും. അതായത് നമ്മൾക്ക് ഡയറക്റ്റ് ദൈവമായിട്ട് സമ്മതിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും. പക്ഷേ അത് നമ്മൾ ഒരുപാട് നമ്മളെല്ലാം ഫിൽട്ടർ ചെയ്ത് ആ ശുദ്ധത വരുത്തി നമ്മൾ ഏറ്റവും ഒടുക്കൽ നമ്മൾ ദൈവത്തിലെത്തും. ദൈവമായിട്ട് സമ്മതിക്കാൻ കഴിയും. ആ ഒരു സ്റ്റേജിലേക്ക് ആ ഒരു സ്റ്റേജിൻ്റെ എത്തിയപ്പോൾ ഞാൻ ഗുരുവിനോട് ഇത് ചോദിച്ചതും കൂടിയാണ്. അപ്പം എനിക്ക് അത്രത്തോളം എത്താനുള്ള കഴിവായിട്ടില്ല. ഗുരുവിന് ഇതെല്ലാം അറിയാം. എനിക്കറിയാം ഗുരു എന്താണെന്നും ഗുരുവിനെ എങ്ങനെയാ കാണണ്ടേന്നും. അത് ആ ബാഹ്യമായ രൂപമല്ല ഗുരുവാണ്. നമ്മൾ മറ്റുള്ളവർ കാണുന്നതെന്ന് വെച്ചാൽ ആ ബാഹ്യ രൂപത്തെ കണ്ട് ആ ബാഹ്യ രൂപം ചെയ്യുന്ന പ്രവൃത്തിയെയാണ് എല്ലാവരും കാണുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഗുരുവിനെ മനസ്സിലാക്കാതെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അടി വന്നിട്ട് കമൻ്റ് എഴുതുക അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഗുരുവിനെ നമ്മൾ പുറമേ അല്ല കാണുന്നത്. ഗുരു എന്ന് പറഞ്ഞാൽ ഒരു തത്വമാണ്. അപ്പോൾ ആ ഗുരുവിനെ കുറിച്ച് നമ്മൾ ഇപ്പം കണ്ടോ എൻ്റെ ഇത് വരുന്ന എനിക്ക് ഇത് വരും. എൻ്റെ സംസാരത്തിൽ ഒരു തരം ഇത് വരും, ഒരു ഷിവറിങ് വരും. ഇതൊക്കെ ഗുരുവിനെ നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് പ്രഭാവമുള്ള ഗുരു നമുക്ക് മുന്നിൽ നിന്ന ഗുരുവായിട്ട് നമ്മൾ സങ്കല്പിച്ച് പോയോ പിന്നെ നമുക്ക് ആ ഒരു പ്രഭാവത്തെ നമുക്ക് താങ്ങാൻ പറ്റില്ല. കാരണം നമുക്ക് അത്രയും കൂടെ ഇത് പവർ നമുക്ക് വരികയാണ്. അപ്പോൾ നമുക്കത് താങ്ങാൻ പറ്റില്ല. തീർച്ചയായിട്ടും അതാണ് ഇതിൻ്റെ അനുഭവം. ഇതെല്ലാവർക്കും വരത്തില്ല. സാധാരണ ഈ രൂപങ്ങൾ കാണുമ്പോഴത്തേക്ക് ആളുകൾ കളിയാക്കും, അവന് വട്ടാണ് എന്നിങ്ങനെ പറയും. അതായത് അവന്താണ് എന്ന് പറയുമ്പോഴേ അങ്ങനെ പറയുമ്പം ഈ ആളുകൾ നോക്കുമ്പോൾ നമ്മളൊരു അബ്നോർമൽ അവസ്ഥയായി പോയി എന്നൊരു തോന്നൽ മറ്റുള്ളവർക്ക്, നമ്മളെ കൂടെ നടന്നവർക്ക്, ഫ്രണ്ട്സിന് തോന്നാം, വീട്ടുകാർക്ക് തോന്നാം അല്ലേ? അത് കണ്ടിട്ട് ഞാൻ മഹാദേവൻ്റെ അടുത്ത് ഇപ്പോൾ ചായ കുടിച്ചിട്ട് വന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് തോന്നില്ലേ? നോർമൽ എന്ന് പറഞ്ഞൊരു പദം ഇപ്പോൾ വന്നു അല്ലേ? ഇതാരാണ് ഈ നോർമൽ അല്ലേ? നോർമൽ, അബ്നോർമൽ, ഇതൊരു ശരാശരി എന്ന് പറയുന്നൊരു പ്രയോഗമാണിത്. അതായത് 1000-ൽ 1 ഇപ്പം എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ 1000-ൽ 1, 10,000-ൽ 1, 1,00,000-ൽ 1, കോടിയിൽ 1 ഇങ്ങനെ പോകും. ഇതിൽ ഈ ഒരാളാണ്. ഇപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അത് എൻ്റെയാണോ കുറ്റം? 100 പേര് ഞാൻ പറയുന്ന കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ
അത് എൻ്റെ കുറ്റമല്ലല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം ഞാനത് അനുഭവിച്ചറിഞ്ഞതാ. അപ്പം അവർക്കത് മനസ്സിലാവണേ അവർ വന്ന് അത് അനുഭവിച്ച് റിയലൈസ് ചെയ്ത് അറിയണമെന്നേ. അവർ വന്നിപ്പോൾ അവരിപ്പോൾ ഒരാള് പറയുന്നത് വന്ന് ആ ആളിനോട് വന്ന് പറഞ്ഞാൽ ആ ആളിനെ നമ്മളിത് അനുഭവിപ്പിച്ചു കൊടുക്കും. ഞാനല്ല, അല്ല മനസ്സിലായി. അല്ല അങ്ങയുടെ അതിൻ്റെ സത്യം. ശരി ശരി, കറക്റ്റാണ്. അവർക്ക് എത്രത്തോളം ഇതിനകത്ത് ആ ഡെഡിക്കേഷനോട് കൂടി ആ പ്രിൻസിപ്പൽ ഇതിന് ഒരു നിയമാവലികളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ കൃത്യമായ രീതിയിൽ ഇത് ഫോളോ ചെയ്താൽ അനുഭവം തീർച്ചയാണ്. അപ്പം ഈ ഇത്തരം രൂപങ്ങളിലാണോ അതോ ഈ രൂപത്തിന് മുകളിൽ നമ്മൾ മറ്റൊരു തലത്തിലെത്തുമോ? ഒട്ടും. നമ്മൾ പറയില്ലേ, വിഗ്രഹത്തിനപ്പുറത്ത് പോയാൽ മാത്രമേ നമുക്ക് ശരിക്കുള്ള ഈശ്വര ചൈതന്യം അറിയാൻ പറ്റുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെയാണോ ഈ രൂപങ്ങൾക്കപ്പുറം പോകണം നമ്മൾ? വിഗ്രഹത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മൾ അതിനകത്തൊന്നും ഒരു കഥയില്ല. വിഗ്രഹത്തിന് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. ഒരു ഭക്തന് അമ്പലം എന്ന് പറയുമ്പോൾ അവന് ഒരു ശരാശരി ഒരാൾക്ക് അമ്പലം വലുത് തന്നെയാണ്. അവൻ്റെ എല്ലാം ഭണ്ഡങ്ങൾ ഇറക്കി വെക്കാൻ അതേ അറിയാവൂ. അതിനപ്പുറം കടന്നു പോകുമ്പോഴാണ് അവൻ ശരിക്കും ദൈവത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞു തരുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, ഈ രൂപങ്ങൾക്കപ്പുറമാണോ നമ്മളുടെ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ബേസ് സ്റ്റേജാണ്. ഈ നമ്മൾ രൂപങ്ങൾ കാണുന്നു, അത് നമ്മൾ കാണുന്നു. ഞാൻ അതാണ് ചോദിച്ചത്. അത് കണ്ടു, നമ്മൾ ബോധ്യപ്പെട്ടു, അതെന്താണെന്ന് നമ്മൾ അറിഞ്ഞു. അത് അവിടെ വെച്ച് ഫുൾ സ്റ്റോപ്പ് ചെയ്തു. നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാണ്. ഞാൻ ഇരുന്ന് ഇത് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫ്രീസായി പോവാ. ഫ്രീസായി ഞാൻ എൻ്റെ എന്താ പറയണ ചലിക്കാനാവാതെ ഇരിക്കുവാണ് ഞാൻ. അപ്പോൾ അത് ചലിക്കണം അല്ലേ? അങ്ങനെയല്ല. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കണമെന്നുള്ളത് എനിക്കും കൂടെ ബോധ്യപ്പെടണം. കാരണം ഞാൻ ഒരു കസേരയിൽ ഇരിക്കുന്ന ഞാൻ ഒരു പ്രത്യേക സമയം കഴിയുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പം അവിടെ പ്രത്യേകം വേറെ ഒരു സംഗതികളും അവിടെ നടക്കുന്നില്ല. പക്ഷേ ഞാൻ ഈ മെഡിറ്റേഷൻ പരിധി കഴിയുമ്പോൾ എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. കാരണം ആ എഴുന്നേക്കാൻ പറ്റാഴിക എന്താണെന്നുള്ളത് അതിനെക്കുറിച്ച് ഞാൻ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം എൻ്റെ ശരീരത്താണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ഒരു വേർഡ് ഗുരുജി പറയുന്നുണ്ട്. സൂക്ഷ്മ ശരീരം എന്ന് പറഞ്ഞാൽ അത് ആത്മാവിൻ്റെ വേറൊരു പേരാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമ്മളൊരു പിടി പൊടി എടുത്തിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് എറിഞ്ഞെന്ന് കഴിഞ്ഞാൽ അതവിടെ ലയിച്ചു പോവുകയാണ്. എന്നതുപോലെ ആ പൊടിയാണ് ഈ സൂക്ഷ്മ ശരീരം. എന്നാൽ പൊടി നമ്മൾ ഉണ്ടായിരുന്നു, ആ പൊടിയാണ് നമ്മൾ. പക്ഷെ നമ്മളെ സൂക്ഷ്മ ശരീരം മുഴുവനും ഈ അന്തരീക്ഷത്തിൽ ലയിച്ച് കിടക്കുവാണ്. അപ്പം ഈ സാധനം ആക്ടിവേറ്റായി വരണം. ഇത് ആക്ടിവേറ്റായി നമ്മുടെ അതേ സെയിം രൂപമായിട്ട് വരും. ഇത് നമ്മളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കുക. ഈ സൂക്ഷ്മ ശരീരം നമ്മൾ എത്രത്തോളം നമ്മളിലോട്ട് അടുക്കുന്നുവോ അത്രയും നമ്മൾ ദൈവത്തിലേക്ക് അടുക്കുക. ഇതാണ് ഇതിൻ്റെ പ്രിൻസിപ്പിൾ. അപ്പോൾ ആ സൂക്ഷ്മ ശരീരം എന്ന് പറയണത് നമ്മളിൽ നിന്ന് വിട്ടു നിൽക്കുക. എൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ കുറേയൊക്കെ അടുത്ത് വന്ന് ഇവിടെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇപ്പോൾ ആള് പഞ്ചപാവ, ആള് വെറും നിഷ്കളങ്കന. ആളെന്ന് പറഞ്ഞാൽ ഏറ്റവും സൂക്ഷ്മ ശരീരത്തിന് അത് കളവും ചഞ്ചനയും ഒന്നുമില്ലാത്ത വേറൊരു നിഷ്കളങ്കൻ, പഞ്ചഭാവം. നമ്മളൊരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ സെക്കൻഡിൽ അത് മാറി. നമ്മളൊരു നുണ പറഞ്ഞു, അത് പെട്ടെന്ന് ഇവൻ പറയണത് നമ്മൾ പരസ്പര വിരുദ്ധമായിട്ട് നിങ്ങളോട് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിനെ മാറ്റി വേറൊരാളോട് പറയുമ്പോൾ സൂക്ഷ്മ ശരീരത്തിന് കൺഫ്യൂഷൻ ആവും. ഏടാ ഇവൻ പറയണത് തെറ്റാണ്. ഇത് ഉടനെ അവിടെ രേഖപ്പെടുത്തി. എന്തിനാ രേഖപ്പെടുത്തണ? അതിന് ആവശ്യമുണ്ട്. എപ്പോഴാണോ അതൊരു ലൈവ് ടെലികാസ്റ്റ് എന്താ പറയണേ, ഒരു തിരക്കഥ. ഇങ്ങനെ നിങ്ങളിപ്പോൾ ഈ ക്യാമറയിൽ ഇത് പിടിക്കുന്നില്ലേ എന്നതുപോലെ നമ്മൾ ഓർമ്മ വെച്ച കാലം മുതലുള്ള സാധനം ഫുട്ടേജ് ഉണ്ട് അവിടെ. അവിടെ ഉണ്ട്. അതൊരു ദിവസം നമ്മളെ കാണിക്കും. അപ്പൊ അന്ന് ഇതുപോലെ നമ്മളിരുന്ന് പറയണത് വരെ അവിടെ കാണിക്കും. തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരെയൊക്കെ മറച്ച് എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നല്ല കൃത്യമായിട്ട് അതിൻ്റെ ടെലികാസ്റ്റ് നടത്തി നമ്മളെ കാണിച്ച് തന്നിട്ടേ നമ്മളെ കൊണ്ട് പോകുള്ളൂ ഇവിടെ.